തുലാമാസത്തിലെ അമാവാസിയിൽ മാത്രം മനുഷ്യർക്ക് പ്രവേശനമുള്ള ഒരു അപൂർവ ക്ഷേത്രമുണ്ട് കണ്ണൂരിൽ. പ്രകൃതി തന്നെ ഗോപുരമൊരുക്കിയ കുറ്റ്യാട്ടൂരിലെ ഏറ്റവും ഉയരം കൂടിയ കുന്നിൻ ചെരുവിലെ തീർത്ഥാട്ട് പൊന്മല ഗുഹാക്ഷേത്രം. നുഴഞ്ഞ് ഗുഹയ്ക്കകത്തേക്ക് കയറിയാൽ ഒരു പ്രത്യേക അനുഭവമാണെന്നാണ് അവിടെ എത്തുന്ന വിശ്വാസികൾ പറയുന്നത്. വർഷത്തിൽ ഒരു തവണ മാത്രം തീർത്ഥാടകർ വന്നുപോകുന്ന നിഗൂഢമായ ഒരു തീർത്ഥാടന കേന്ദ്രം തീർത്ഥാട്ട് പൊന്മല ഗുഹാക്ഷേത്രം. ആയിരക്കണക്കിന് പേരാണ് തുലാമാസത്തിലെ അമാവാസി നാളിൽ ഈ തീർത്ഥാടന സങ്കേതത്തിലേക്ക് എത്തുന്നത്. പ്രകൃതി തന്നെയാണ് ക്ഷേത്രം. ശ്രീകോവിലും ചുറ്റുമതിലും എല്ലാം പ്രകൃതി. ഉറവ ഉറ്റുന്ന ഗുഹാകവാടത്തിലൂടെ അകത്ത് കടന്നാൽ നിറഞ്ഞു കത്തുന്ന വിളക്കുകൾ, ഇരുട്ടിൽ പ്രകൃതി വെളിച്ചമാകുന്ന ദൈവസങ്കല്പം. വർഷത്തിൽ ഒരേ ഒരു ദിവസം മാത്രമാണ് ഇവിടേക്ക് മനുഷ്യർക്ക് പ്രവേശനം. എത്രയോ വർഷമായി പിന്തുടരുന്നതാണ് ഈ ആചാരം. സ്വയംഭൂ ഗണപതിന്റെ സ്വയംഭൂവാണ്. അത് ഒരു ഉള്ള 4ാമത്തെ അറയിൽ അത് വിഗ്രഹങ്ങൾ സ്വയം ഉണ്ടായതാണ്. കാവേരിയിലെ ജലം ഇവിടുന്ന് നിത്യം വേനൽ വർഷം എന്നില്ല നിത്യം ഒറ്റിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തീർത്ഥം. അങ്ങനെയാണ് തീർത്ഥാട്ട് പൊന്മല എന്ന പേര് വരാനും കാരണം. തുലാമാസത്തിലെ അമാവാസിയിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ മാത്രമാണ് പൂജ. കണ്ടറിഞ്ഞവർ പിന്നെയും പിന്നെയും എത്തുന്നു. കേട്ടറിഞ്ഞവർ അറിയാനായും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതി രമണീയത തുളുമ്പി നിൽക്കുന്ന ഒരു പ്രധാന പ്രദേശം എന്ന നിലയിൽ കണ്ണൂർ ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ ജില്ലക്ക് പുറത്തു നിന്നും ധാരാളം ഭക്തരാണ് ഇന്നത്തെ ഈ ദിവസം ഇവിടെ ഒത്തുചേരുന്നത്. ദ്വാപരയുഗ കാലഘട്ടത്തിൽ ഋഷീശ്വരന്മാർ തപസ്സു ചെയ്തുവെന്നും കാവേരി സംക്രമസ്ഥാനവുമായും ഈ ഗുഹയ്ക്ക് ബന്ധമുണ്ടെന്ന് കരുതുന്നു. ഏത് കടുത്ത വേനലിലും ഗുഹാകവാടത്തിൽ നിന്നും ജലത്തുള്ളികൾ ഉറ്റി വീഴും. മണ്ണിലും നനവിലും കുതിർന്നാണ് പൊന്മലയിലെ ഈ വർഷത്തെ തീർത്ഥാടനവും സമാപിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവഴിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്. ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.